അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു റോയൽ എൻഫീൽഡ് ഹിമാലയൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് നമുക്ക് ഫുൾ ജനറൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് അതിനെ ഫുൾ സ്റ്റോക്ക് കണ്ടീഷനിലാക്കണം. പിന്നെ അതിനകത്ത് ഡാമേജ്ഡ് പാർട്സൊക്കെ മാറണം. അതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര വൈബ്രേഷനാണ്. അപ്പം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് പീസൊക്കെ പൊട്ടിയായിരുന്നത്. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ, ഇൻഡിക്കേറ്റർ, ബാക്കി ഹാൻഡിൽ, ഗ്രിപ്പ്, അങ്ങനെ ഓവറോൾ ജനറൽ ചെക്കപ്പായിട്ട് എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വണ്ടി ഒരു പെയിൻ്റൊക്കെ ഫെയ്ഡായിരുന്നു. അപ്പോൾ പെയിൻ്റൊക്കെ ഫെയ്ഡായതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു പെയിൻ്റൊക്കെ ഒന്ന് ടച്ചപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. കസ്റ്റമറിന് വലിയ രീതിക്ക് പെയിൻറ്റ് വേണ്ട, ചെറിയ രീതിക്ക് ഒരു പെയിൻറ്റ് ടച്ചപ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നു. ആ വണ്ടി ഓവറോൾ പെയിൻറ്റ് ഫെയ്ഡായി. കസ്റ്റമർ യൂസേജ് കുറവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ആഫ്റ്റർ ലുക്കാണ് കാണുന്നത്, പെയിൻറ്റ് കഴിഞ്ഞുള്ള ആഫ്റ്റർ ലുക്കാണ് കാണുന്നത്. വണ്ടി ഏകദേശം ഒരു ന്യൂ ഷോറൂം കണ്ടീഷൻ ആയെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക്. ഇതൊരു ആവറേജ് ഒരു 4000 ആയിട്ടുള്ളൂ. ഈ ഒരു പെയിൻറ്റ് ഫുള്ള് പെയിൻറ്റ് ടച്ചപ്പാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. റീകോൾ ഓട്ടോമോട്ടീവ്, ബാലരാമ.